താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ അട്ടപ്പട്ടലം തോറ്റ് പിറ്റേ ദിവസം കിട്ടാൻ പോകുന്ന ദാരുണമായ അടിയെല്ലാം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഇതുപോലെ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ധ്യാസമയത്ത് ഇങ്ങനെ ശാന്തമായി വീശുന്നൊരു കാറ്റ് സമയത്ത് ഇങ്ങനെ അത്താഴം വിളമ്പാണ്. അത്താഴം ഒരു പ്രധാനപ്പെട്ട മീലാണ്. അത്താഴം എന്ന് മാത്രമല്ല, ഏത് ഭക്ഷണവും പ്രധാനപ്പെട്ട ഒരു മീലാണ്. മനുഷ്യൻ അധ്വാനിക്കുന്നതിന് ഈ 1.5 ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഭക്ഷണത്തിന് അതിൻ്റേതായൊരു മാധുര്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. ഈശോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടൊരു അത്താഴം വിളമ്പാണ്. അത്താഴം വിളമ്പുന്നതിന് മുമ്പ് ഇങ്ങനെ ഹൃദ്യമായൊരു താങ്ക്സ് ഒക്കെ കൊടുത്ത്, താങ്ക്സ് ഗിവിങ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈശോ ഇങ്ങനെ വിളമ്പുന്നത്. ഇതിൽ മനോഹരമായൊരു വേറൊരു ഫ്രെയിം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൂട്ടുകാരൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുന്നോളം സങ്കടങ്ങൾ കുർബാനയോളം ദൂരം. ആമേൻ.